നാരായണായ. ദശകം 3, 4-ാമത്തെ ശ്ലോകം. മുനിപ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മകതയാ ഭവത്പാദാംബോജ സ്മരണവിരുജോ നാരദമുഖാഃ ചരന്തി ശസ്വൈരം സതത പരിനിർബാധപരിചേ സദാനന്ദാദ്വൈത പ്രസര പരിമഗ്ന കിമപരം. 5-ാമത്തെ ശ്ലോകം. ഭവദ്ഭക്തിസ്പീദാ ഭവതു മമ സൈവ പ്രശമയേ അശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹകണികാഃ ന ചേദ്വ്യാസസ്യോക്തിസ്തവ ച വചനം നൈകമവചഃ ഭവേ മേധ്യാരദ്യ പുരുഷ വചനപ്രായമഖിലം. 6-ാമത്തെ ശ്ലോകം. ഭവദ്ഭക്തി താവ പ്രമുഖമധുര ത്വദ്ഗുണരസാ കിമപ്യാരൂഢാ ചേദഖില പരിതാപപ്രശമനേ പുനശ്ചാന്ദേ സ്വാന്ദേ വിമലപരിബോധോദനമില മഹാനന്ദാദ്വൈതം ദിശതി കിമത പ്രാർത്യമപരം. 7-ാമത്തെ ശ്ലോകം. വിദൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തോ കർമ്മവിജതേ പൂജനവിധോ ഭവം മൂർത്യാലോകേ നയനമദദേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമഭിദേ ചാരുചരിതേ. നമസ്തേ. ശ്രീമൻ നാരായണീയത്തിലെ 3-ാമത്തെ ദശകം, ഇതിൽ 4-ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ ആദ്യം വിശദീകരിക്കാൻ പോകുന്നത്. ഈശ ഗൂഢാത്മകതയ. ഗുരുവായൂരപ്പ, രഹസ്യമായ മനോഗതി ഭഗവത് പാദാംഭോജസ്മരണ വിരുജ. അങ്ങയുടെ പാദകമലങ്ങളെ സ്മരിച്ച് രോഗരഹിതരായ നാരദ മുഖാഹ മുനിപ്രൗഢാ ജഗതിരുഢാഹ ഖലു. നാരദൻ തുടങ്ങിയ മഹർഷിമാർ ലോകപ്രസിദ്ധന്മാരാണല്ലോ. സതത പരിനിർഭാത പരിചിത് സദാനന്ദ്വൈത പ്രസരപരിമഗ്നാ സ്വൈരം ചരന്തി. അവർ എപ്പോഴും പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന അഖണ്ഡ സച്ചിദാനന്ദത്തിൽ ആമഗ്ധരായി സൂര്യസഞ്ചാരം ചെയ്യുന്നു. അപരം കിം, പിന്നെ എന്തു വേണം? ഇവിടെ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാരെ പറ്റി പറയുകയാണ്. ഭഗവാന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഭക്തന്മാരാണല്ലോ നാരദ മഹർഷി തുടങ്ങിയവരൊക്കെ. അവരെന്താ ചെയ്യുന്നത്? അവർ എപ്പോഴും അങ്ങയുടെ പാദകമലങ്ങളെ സ്മരിച്ചുകൊണ്ട് രോഗമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷമങ്ങളോ ഒന്നുമില്ലാതെ അവർ ലോകം മുഴുവനും അങ്ങയുടെ നാമം ജപിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിന് ആവശ്യം? എപ്പോഴും അങ്ങയുടെ ഈ നാമം ചൊല്ലാൻ കഴിയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അത് ചൊല്ലിക്കൊണ്ട് അങ്ങയെ സൃഷ്ടിച്ചതായി ലോകത്തിൽ സഞ്ചരിക്കുക. അവരുടെ മനസ്സ് മുഴുവനും അങ്ങയിലായതുകൊണ്ട് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും സച്ചിദാനന്ദാവസ്ഥയെ പ്രാപിച്ചുകൊണ്ട് ആ ഒരു പ്രത്യേകമായ രൂപത്തിൽ സഞ്ചരിക്കുന്നു. അവർക്ക് പിന്നെ എന്താ വേണ്ടത് എന്നാണ്. അവർക്ക് എന്ത് പുണ്യമാണ് അതിന് ആവശ്യം? അല്ലെങ്കിൽ എന്ത് മോക്ഷമാണ് പിന്നെ അവർക്ക് ആവശ്യം? അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോക്ഷത്തിൻ്റെ അവസ്ഥയിലെത്തിയില്ലേ? ജീവൻ മുക്ത എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ആ അവസ്ഥ തന്നെയല്ലേ അവർക്കുള്ളത്. അവർക്ക് എങ്ങനെ അതിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഭക്തിയുടെ അളവ് എത്രയാണ്?
എത്രയോ ജന്മജന്മാന്തരങ്ങളിലൂടെ നേടിയ ആ ഭക്തിയല്ലേ അവർക്കിപ്പോൾ ഇങ്ങനെ സ്വൈരസഞ്ചാരം അങ്ങയുടെ നാമം ചൊല്ലിക്കൊണ്ട് പോകാൻ സാധിക്കുന്നത്. ഭഗവാനെ അത് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു എന്നാണ് ഭഗവാന്റെ പ്രധാന ഭക്തനായ നാരദ മഹർഷി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് ഈ 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഭക്തി തരയണമേ എന്നാണ്. എൻ്റെ ഭക്തിയുടെ അളവ് കുറഞ്ഞു പോയോ എന്നൊരു സംശയമാണ് ഭട്ടതിരിപ്പാട്. കാരണം അവരേറ്റവും കൂടുതൽ ഭക്തിയുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ സ്വൈരമായി സുഖമായി രോഗവുമില്ല അവർക്ക്. അതാണ് ഏറ്റവും പ്രധാനം. അപ്പം അതുകൊണ്ട് എനിക്ക് ഭക്തിയാണ് ഭഗവാനെ വേണ്ടത് എന്ന് പറയാം. ഇനി 5-ാമത്തെ ശ്ലോകം, മമ ഭവദ്ഭക്തി സ്ഫീതാഭവതു, അങ്ങയിലുള്ള എൻ്റെ ഭക്തി വർദ്ധിക്കണമേ. അതാണ് ഇപ്പോൾ ഈ ശ്ലോകത്തിൽ, നേരത്തെ ശ്ലോകത്തിൽ അതിൻ്റെ പശ്ചാത്തലം പറഞ്ഞു. ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ഭക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കണമേ. ഭക്തി വർദ്ധിക്കാനും നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് ഭക്തി ഇടക്ക് നിന്നു പോവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ അതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെ വരാലോ ജീവിതത്തിൽ. അങ്ങനെ വരരുത്. ഓരോ ദിവസവും അത് വർദ്ധിച്ച അവസ്ഥയിൽ തന്നെ ആവണം എന്ന് പറയുകയാണ്. സ ഏവ അശേഷ ക്ലേശൗഘം പ്രശമയേത്, അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കിക്കൊള്ളൂ. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ രോഗത്തിനെന്ത് പ്രസക്തി എന്നാണ്. ആലോചിച്ച് നോക്കണം ഭട്ടതിരിപ്പാടിൻ്റെ അപേക്ഷ. ഈ ഭക്തി എന്ന് പറയുന്നത് മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥ, അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഭഗവാനിൽ മനസ്സ് മുഴുവൻ അങ്ങോട്ട് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിനെന്ത് പ്രസക്തി? ശരീരത്തിൻ്റെ വേദന എങ്ങനെ നമുക്കറിയാൻ സാധിക്കും? മനസ്സാണല്ലോ വേദന അറിയിക്കുന്നത്. കാലിലോ കയ്യിലോ എന്താ വിഷമമോ മനസ്സിലാണ് ആദ്യത്തും. ആ മനസ്സിനെയാണ് മുഴുവനും ഭഗവാൻ ലയിപ്പിച്ചാൽ പിന്നെ എന്ത് രോഗം, എന്ത് പ്രശ്നം, ഒന്നുമില്ല എന്ന് പറയാം. പിന്നെ ദുഃഖങ്ങളും ഇല്ലാതെ. ഹൃദി സന്ദേഹക കണികാനഖലു, ഹൃദി സന്ദേഹ കണികാനഖലു, ഈ കാര്യത്തിൽ മനസ്സിൽ അശേഷം സംശയമില്ല. ഞാനിപ്പോൾ പറഞ്ഞതിൽ എനിക്കൊരു സംശയമില്ല, സംശയാതീതമായിട്ട് തന്നെ പറയും, അല്പമെങ്കിലും സംശയമില്ല എന്നർത്ഥം. വ്യാസസ്യ ഉക്തിഹി തവ വചനം നൈകമവചഃ ച അഖിലം, അങ്ങനെയല്ലെങ്കിൽ വ്യാസൻ്റെയും അങ്ങയുടെയും വേദങ്ങളിലെയും ശബ്ദങ്ങളും എല്ലാം രഥ്യാ പുരുഷവചനപ്രായം മിഥ്യാഭവേത്, പെരുവഴിയിലൂടെ നടന്നു പോകുന്നവരുടെ വെറും വാക്കുപോലെ അസത്യമാവില്ലേ എന്നാണ്. അത് സംശയത്തോടുകൂടി പറയുകയാണെങ്കിൽ പിന്നെ എന്താണ് അർത്ഥമുള്ളത്? വ്യാസമഹർഷി രചിച്ച ഈ ഗ്രന്ഥങ്ങളൊക്കെ ഇന്നും ജനങ്ങൾ ഭക്തിയോടുകൂടിയല്ലേ ചൊല്ലുന്നത്. അവരുടെ ആ രേഖപ്പെടുത്തിയ ശ്ലോകങ്ങളെപ്പറ്റി എന്തെങ്കിലും സംശയം അവർക്കുണ്ടോ? അത് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള സംശയമുണ്ടോ? അവർക്കില്ല. പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. വ്യാസകൃതമാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. കാരണം വ്യാസഭഗവാൻ ഒരിക്കലും തെറ്റുപറ്റില്ല. കാരണം ഭഗവാനുമായിട്ടുള്ള ലയനം, മാനസിക ലയനം സാധിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതല്ലെങ്കിലോ അങ്ങയുടെ ഈ സത്യം ലോകം അംഗീകരിക്കുമോ എന്നുള്ളതാണ്. അങ്ങയുടെ ശക്തിയാണ് വ്യാസനിലൂടെ, വ്യാസഭഗവാനിലൂടെ ഗ്രന്ഥരൂപത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ഭാഗവതത്തെ പറ്റി പറയാണ്. അതിൽ പറയുന്നത് മുഴുവനും നമ്മൾ വിശ്വസിക്കുന്നു. അതല്ലായിരുന്നുവെങ്കിലോ അത് വെറും വാക്കായി മാറില്ലേ, പാഴ്വാക്കായിട്ട് മാറില്ലേ? ആളുകൾ ശ്രദ്ധിക്കുമോ? എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ഭാഗവതം പുരാണം ഒക്കെ രചിച്ചിരിക്കുന്നത്. അത് ഇന്നും ജനങ്ങൾ, ഈ ആധുനിക കാലത്ത് പോലും ജനങ്ങൾ വളരെ ഭക്തിയോടുകൂടിയാണ് അത് പാരായണം ചെയ്യുന്നതും അതിനെപ്പറ്റി ചിന്തിക്കുന്നതും എന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, വേദങ്ങൾ, മീമാംസാദി ശാസ്ത്രങ്ങൾ, തർക്കശാസ്ത്രം, വ്യാകരണം തുടങ്ങിയ വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ള മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് അപേക്ഷിക്കുന്നത് എനിക്ക് ഗുരുവായൂരപ്പനുള്ള ഭക്തി വർദ്ധിക്കണമേ എന്നാണ്. ഈ മേൽപ്പത്തൂർ ഭട്ടതിരിയോട് സാധാരണ ഒരു ഭക്തനല്ല. അദ്ദേഹം വേദങ്ങൾ പഠിച്ച ആളാണ്, വേദങ്ങൾ ഉപനിഷത്തുകൾ പഠിച്ച ആളാണ്,
തർക്കശാസ്ത്ര വിദഗ്ധനാണ്, വ്യാകരണ പണ്ഡിതനാണ്, എല്ലാ വിഷയങ്ങളിലും അഗാധ പാണ്ഡിത്യമുണ്ട്. എന്നിട്ടും അദ്ദേഹം പ്രാർത്ഥിക്കുന്ന എനിക്ക് ഭക്തി തരയണമേ എന്നാണ്. അപ്പോൾ ഭക്തിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്. ജ്ഞാനമാർഗത്തിൽ പോകുന്നവരൊക്കെ ഭക്തിയെ പുച്ഛിച്ചുകൊണ്ടാണ് പറയാറ്. പക്ഷെ അവരൊക്കെ ഭട്ടതിരിപ്പാടിൻ്റെ ഈ നാരായണം വായിക്കണം. അതാണ്. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ അവിടെ ദുഃഖമുണ്ടാവില്ല എന്ന് അദ്ദേഹം ഉറച്ചു പറയുകയാണ്. അതല്ലേ നമ്മൾ ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴൊക്കെ മനസ്സിനെങ്ങനെ സമാധാനം കിട്ടുന്നത്? ഇത്തരം പുരാണങ്ങളിലുള്ള ഭഗവത് വചനങ്ങൾ, ഭഗവത്ഗീതാ വചനങ്ങൾ ഇതൊക്കെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ എത്ര തീവ്ര ദുഃഖം പോലും അത് മയപ്പെട്ട് വിസ്മൃതമായി പോകുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ഗ്രന്ഥങ്ങൾ ചെയ്യുന്ന വലിയൊരു സേവനം ജനങ്ങൾക്ക്. അതൊരുദാഹരണം, ഈ നാരായണത്തിന് വ്യാഖ്യാനം എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് അധ്യാത്മരാമായണം കിളിപ്പാട്ട് തുഞ്ചത്തെഴുത്തച്ഛൻ ശബരിക്ക് നൽകിയ ഉപദേശത്തിലൊരു ഭാഗമാണ്. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവതാഢ്യേ ഭഗവത്പ്രിയേ മുനിപ്രിയേ. ആരണ്യകാണ്ഡത്തിൽ ഭഗവാൻ പറയാണ്, ശബരിയോട് പറയാണ്, മോക്ഷത്തിൻ്റെ കാരണം ഭക്തി മാത്രമാണ്, അത് മതി, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ അധ്യാത്മരാമായണത്തിൽ മറ്റൊരു സന്ദർഭത്തിൽ ശ്രീരാമൻ ലക്ഷ്മണന് നൽകുന്ന ഉപദേശത്തിലും ഭക്തിയുടെ പ്രാധാന്യം പറയുന്നുണ്ട്. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ. ഭക്തിയുക്തനോ വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സത്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. എത്ര വ്യക്തമായിട്ട് എഴുത്തച്ഛൻ ആ തത്വത്തെ എത്ര ലളിത മലയാളത്തിലാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ ഒന്നും നേടാനില്ല, കഴിഞ്ഞു. അവർ ഉത്തമ മനുഷ്യരായിട്ട് മാറുന്നു, അവർക്ക് വിജ്ഞാനങ്ങളുണ്ടാവുന്നു, ജ്ഞാനങ്ങളുണ്ടാവുന്നു, വൈരാഗ്യങ്ങൾ, ഇതൊക്കെ ഭക്തിയിൽ നിന്നാണ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ജ്ഞാനം മാത്രം പോരാ, ഭക്തിയാണ് എല്ലാൻ്റെയും അടിസ്ഥാനം. അത് ആത്മാർത്ഥ ഭക്തിയാണ്. ആ ഇഷ്ടദേവതയോട് നമ്മൾ ലയിച്ചിരിക്കണം. നമ്മൾ ശ്വാസം വലിക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴൊക്കെ ആ നാമം ജപിച്ചുകൊണ്ടിരിക്കും, അതന്നെ ഒരു ഭക്തിയാണ്. വെറുതെ ഇരുന്ന് എന്തെങ്കിലും ചെയ്യുമ്പോഴും നടന്നു പോകുമ്പോഴും ഒക്കെ നമ്മുടെ ഇഷ്ടദേവത, ഇവിടെ ഗുരുവായൂരപ്പനാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ച്, അതന്നെ വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അടുത്ത ശ്ലോകം, 6-ാമത്തെ ശ്ലോകം, ഭവദ്ഭക്തി താവത്വത് ഗുണരസാത് പ്രമുഖ മധുര. അങ്ങയിലുള്ള ഭക്തി മാത്രമേ ആരംഭത്തിൽ അങ്ങയുടെ ആനന്ദരസം കൊണ്ട് മധുരമായി തോന്നുള്ളൂ. ഞാനിപ്പോൾ തുടക്കം ഭക്തിയിലേക്ക് പ്രവേശിച്ചത് തന്നെ അങ്ങയെ ആരാധിച്ചുകൊണ്ടാണ്. അത് എനിക്ക് ഏറ്റവും വലിയ ആനന്ദരസമാണ് നൽകുന്നത് എന്നാണ്. കിമപി ആരൂഢാചേത് അഖില പരിതാപപ്രശമനി. കുറച്ചു കഴിയുമ്പോൾ ഭക്തിയുടെ വർധന കാരണം എല്ലാ ദുഃഖങ്ങളെയും തീരെ ഇല്ലാതാവുന്നു. എനിക്ക് ഇവിടെ കഠിനമായ വാതരോഗം കൊണ്ടുള്ള വേദന ഞാൻ അനുഭവിക്കുന്നു. പക്ഷേ ചില നേരങ്ങളിൽ ആ വേദന അറിയുന്നില്ല. എന്തുകൊണ്ട്? അങ്ങയിൽ ലയിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട്. പുനഃ അന്തേജസ്വാന്തേ. ഭക്തിയുടെ അവസാന ഘട്ടത്തിൽ മനസ്സിൽ വിമലപരിബോധോ ദയമിളൻ മഹാനന്ദ ദ്വൈതം ദിശതി. പൂർണ്ണജ്ഞാനോദയത്തോടെ പരമാനന്ദൈക്യം പ്രാപിക്കുന്നു. ഒടുവിൽ അതാണ് ലക്ഷ്യം. അതാ അപരം കിം പ്രാർത്ഥ്യം. ഇതല്ലാതെ ഒരാൾക്ക് പിന്നെ എന്താണ് വേണ്ടത്? ജീവിതത്തിൽ എന്താണ് നമുക്ക് വേണ്ടത്? ഇതന്നല്ലേ? ആനന്ദമായൊരവസ്ഥയിൽ തന്നെ ജീവിതം കഴിഞ്ഞു പോവുക. മനുഷ്യനെപ്പോഴും ദുഃഖം വരുമ്പോൾ സുഖത്തെ ഓർക്കുന്നു. ഈ ദുഃഖമുള്ളപ്പോൾ ആ സുഖം ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ദുഃഖമല്ലേ ഉണ്ടാവുന്നു. എപ്പോഴും ആനന്ദമാണെങ്കിലും എന്തായിരിക്കും സ്ഥിതി? മനസ്സേറ്റവും പരിശുദ്ധമായിരിക്കും. അതുതന്നെ നമുക്ക് എപ്പോഴും ഒരു പരമരസത്തെ നൽകുന്നതുമാണ്. ഭക്തന്മാരുടെ ആ അവസ്ഥ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ഏത് പ്രായത്തിലുള്ളവരും ഭക്തിയിലൂടെയാണ് അവരുടെ എല്ലാ ദുഃഖങ്ങളും മറക്കുന്നത് എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് സൂചിപ്പിക്കുന്നത്. ഭക്തിയുടെ അന്ത്യഘട്ടത്തിൽ അങ്ങനെ ചെയ്ത് അവസാനം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടം വരുമ്പോൾ അതന്നെ ആയിരിക്കുമല്ലോ ഭക്തിയുടെ അവസാന ഘട്ടവും. അവർ ആത്മജ്ഞാനം സ്വയം ലഭിച്ച് മോക്ഷം സിദ്ധിക്കുന്നു.
ഒരു ഭക്തന് അധികമായി എന്താണ് വേണ്ടത്? അപ്പോൾ നമ്മുടെ പരമമായ ലക്ഷ്യം മോക്ഷപ്രാപ്തിയാണ്, പരമാത്മാവിൽ ലയിക്കണം എന്നുള്ളതാണ്. ആ കാര്യം മനസ്സിലാക്കാൻ നമ്മൾ നിരവധി ഗ്രന്ഥങ്ങൾ വായിക്കുന്നു. വേദാന്തവും ഉപനിഷത്ത് പോലുള്ള ഗ്രന്ഥങ്ങളും പുരാണങ്ങളൊക്കെ. എന്നിട്ട് അവസാനമാണ് നമ്മളത് വ്യക്തമായി നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതൊന്നും വായിക്കാത്തവർ അവർ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു 70-80 വയസ്സാകുമ്പോൾ എല്ലാവർക്കും ആ പ്രായത്തിൽ വേദാന്തം പഠിച്ചവർക്കും ഒക്കെ ലഭിക്കുന്ന അതേ ജ്ഞാനം അവർക്കും ലഭിക്കുന്നു. കാരണം അവരും പറയും ഈ ജീവിതം എന്താണ്. ആത്യന്തികമായി ആലോചിക്കുമ്പോൾ അത് ഭഗവാനോടുള്ള ഒരു ലയനം തന്നെയല്ലേ എന്ന ഈ ജ്ഞാനങ്ങളിൽ കൂടെ സഞ്ചരിച്ച് ലഭിച്ച ആ അറിവ് ഇതൊന്നും വായിക്കാത്തവരിൽ അവസാനം അനുഭവത്തിൽ നിന്നുണ്ടാവുന്നു. അതെങ്ങനെ ഉണ്ടാവുന്നു? ഭക്തി കൊണ്ടുണ്ടാവുന്നു എന്നാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഭട്ടതിരിപ്പാട് ഒരു മഹാബുദ്ധിജീവിയായിരുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ മഹാബുദ്ധിജീവിയായിരുന്നു. അദ്ദേഹത്തിന് ഇതിൽ നിന്നൊക്കെ വിട്ട് വേറൊരു രീതിയിലേക്ക് അദ്ദേഹത്തിന് പോകാമായിരുന്നു. അങ്ങനെ കുറച്ചു കാലം പോയിരുന്നു അദ്ദേഹം. പിന്നീട് മടങ്ങി വരിക ചെയ്ത്. ചെറുപ്പത്തിൽ കുറച്ചു കാലം അദ്ദേഹം ചില അബദ്ധസഞ്ചാരം നടത്തേണ്ടി വന്നു. പക്ഷേ അത് അദ്ദേഹം മനസ്സിലാക്കി, ആ തെറ്റുതിരുത്തി പിന്നെ അങ്ങ് ശരിയായ ട്രാക്കിലേക്ക് വന്നു. അത് അദ്ദേഹത്തിൻ്റെ ഈ ഭക്തിയാണ്, ഗുരുവായൂരപ്പനിലുള്ള ഭക്തിയാണ് സാധിച്ചത്. ഇനി അടുത്ത ശ്ലോകം. വിധൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസം. വാതരോഗം മാറ്റി എൻ്റെ 2 കാലിനും അങ്ങയുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനും കരം തേ പൂജനവിധോ അഭിജ കൈകൊണ്ട് അങ്ങയെ പൂജിക്കുവാനും നയനം ഭവൻ മൂർത്തിയാലോകെ കണ്ണുകൊണ്ട് അങ്ങയുടെ മനോഹരമായ വിഗ്രഹം കാണുവാനും അധഘ്രാണം തേ പാദ തുളസി പരിഘ്രാണേ മൂക്കുകൊണ്ട് അങ്ങയുടെ തൃപ്പാദത്തിലെ തുളസിയുടെ സുഗന്ധം ആസ്വദിക്കുവാനും ശ്രവണം തേ ചാരുചരിതേയവി ചെവി കൊണ്ട് അങ്ങയുടെ ദിവ്യകഥകൾ ശ്രവിക്കുവാനും ധൃതരസം കുരു ഉന്മേഷത്തെ നൽകണമേ എന്നാണ്. ആലോചിച്ച് നോക്കൂ, എന്താണ് എൻ്റെ അർത്ഥം? അദ്ദേഹം പറയുന്നത്, അങ്ങയുടെ മുമ്പിൽ ഞാൻ ഇരിക്കുന്നത് അങ്ങയുടെ ഒരു അഭ്യർത്ഥനയുമായിട്ടാണ്. എന്താണത്? ഈ വാതരോഗം മാറ്റി. ഈ വാതരോഗം എന്നെ പലപ്പോഴും വിഷമിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ ശ്രദ്ധ പോകേണ്ടി വരുന്നു. അതങ്ങ് മാറ്റിത്തന്ന് എൻ്റെ 2 കാല് അപ്പോൾ പൂർണ്ണമായ ആരോഗ്യത്തിലെത്തുമല്ലോ. അപ്പോൾ അങ്ങയുടെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനും അതുപോലെ എൻ്റെ കൈകൊണ്ട് അങ്ങയെ പൂജിക്കുവാനും അതുകൊണ്ട് തന്നെ കണ്ണുകൊണ്ട് അങ്ങയുടെ മനോഹരമായ വിഗ്രഹം കാണുവാനും മൂക്കുകൊണ്ട് അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിച്ച തുളസിയുടെ സുഗന്ധം ആസ്വദിക്കുവാനും ചെവി കൊണ്ട് അങ്ങയുടെ ദിവ്യകഥകൾ ശ്രവിക്കുവാനും ഉന്മേഷത്തെ നൽകണം. അതിവിടെ അടിസ്ഥാനപരമായ ആവശ്യമാണ് ഭട്ടതിരിപ്പാട് ഉന്നയിക്കുന്നത്. എൻ്റെ ഈ വാതരോഗം മാറ്റിയാൽ എനിക്ക് കിട്ടുന്ന ആ പരമാനന്ദം എന്താണ്? എൻ്റെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെ പല ഭാഗങ്ങളിലേക്കും ഓടി പാഞ്ഞ് നടക്കുന്നതായ എൻ്റെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെ എനിക്ക് ഏകോപിപ്പിക്കുവാനും അതിലൂടെ ഈ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെ അങ്ങയെ പൂജിക്കുവാനുള്ള, അങ്ങയെ ധ്യാനിക്കുവാനുള്ള ഒരു മാധ്യമമാക്കി മാറ്റുവാനും എനിക്ക് സാധിക്കും. ഞാൻ എന്തെന്നാണോ കൈകൊണ്ട് ചെയ്തത് അത് അങ്ങയെ അർച്ചിക്കുന്ന അവസ്ഥയിലാവണം. ഞാൻ നടക്കുന്നത് ക്ഷേത്രപ്രദക്ഷിണം ആണ് എന്ന് ഞാൻ ധരിക്കുന്നു. എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങയുടെ ദിവ്യനാമങ്ങളാണ്. എന്തെങ്കിലും മണക്കുന്നുണ്ടെങ്കിൽ അങ്ങയുടെ പാദത്തിൽ സമർപ്പിക്കപ്പെട്ട തുളസി ഗന്ധമാണ്. ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഭഗവാനോട് പറയുകയാണ്. അപ്പോൾ എല്ലാ ഭക്തന്മാരും ഈ ഒരു ഭട്ടതിരിപ്പാടിൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കണം. പാരായണം ചെയ്തങ്ങോട്ട് പോയാൽ പോരാ. ശ്രുതി മധുരമായി പാരായണം ചെയ്ത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ പാരായണം ചെയ്യുന്നവർക്കും ഭട്ടതിരിപ്പാടിൻ്റെ അവസ്ഥ എത്തിച്ചേരണമല്ലോ. ആ ജീവൻ മുക്തി അത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പാരായണങ്ങളും മറ്റും പഠിക്കുകയും ചെയ്യുക. നമസ്തേ.